നമസ്കാരം. ഇന്ന് പാലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 ഗ്ലാസ് അരി ഒരു പാത്രത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകി വെള്ളം ഊറ്റി കളയണം. ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരിയാണ്. ഇനി 1 ബൗൾ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3/4 ബൗൾ ചോറും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരിയിലൊന്ന് മുങ്ങിക്കിടക്കണം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 3 മണിക്കൂർ നേരത്തേക്ക് സെറ്റാകാൻ വേണ്ടി അടച്ചു വെക്കാം. 3 മണിക്കൂർ ആയി. അടുപ്പ് തുറന്ന് ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇറക്കാനുണ്ട്. നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി ഇതേപോലെ നൈസായി അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത്, പാത്രം ചെറുതായിപ്പോയി, നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കാം. 3 മണിക്കൂറായി. നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട്. മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത്, നോൺ സ്റ്റിക്കിൻ്റെ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരത്തേന് അടുപ്പ് തുറന്ന് അപ്പം വെന്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്പം റെഡിയായി. രണ്ടാമതും അതുപോലെ തന്നെ എണ്ണ വരട്ടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കണം. അടച്ചു വെച്ച് അടുപ്പ് തുറന്ന് അപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അപ്പവും അതുപോലെ തന്നെ എടുത്ത് പ്ലേറ്റിൽ വെച്ച് മൂന്നാമതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിന്. നല്ല മണമാണ്. മൂന്നാമത്തെ അപ്പവും അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അടുപ്പ് തുറന്ന് ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.